കാനഡയിലെ ടൊറന്റോയിൽ വിമാനാപകടത്തിൽ പരിക്കേറ്റ 17 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഡെൽറ്റ എയർലൈൻസ് വിമാനം ലാൻഡിംഗിനിടെ തലകീഴായി മറിഞ്ഞാണ് അപകടം. മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ട് 3:30 സംഭവം. 4 ക്യാബിൻ ക്രൂ അടക്കം 80 പേരുമായി മിനിയാപോളിസിൽ നിന്ന് ടൊറന്റോയിലേക്ക് വന്ന ഡെൽറ്റ 4819 വിമാനം മഞ്ഞുമൂടിയ റൺവേയിൽ തല കീഴായി മറിയുകയായിരുന്നു. The plane was carrying 4 crew and 76 passengers, among them 22 Canadians. The other passengers were multinational. Airport emergency workers mounted a textbook response, reaching the site within minutes and quickly evacuating the passengers. 17 injured passengers were quickly taken to local area hospitals. At this time, we do not know of any of those passengers having critical injuries. 17 പേർക്ക് പരിക്കേറ്റ അപകടത്തിൽ ഒരു കുട്ടിയടക്കം 3 പേരുടെ നില ഗുരുതരമാണ്. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്തുണ്ടായ ശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയുമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. മഞ്ഞുവീഴ്ച മൂലം വിമാനത്താവളത്തിലെ കാഴ്ചാപരിധിയും കുറവായിരുന്നു. തീ ആളിപ്പടർന്നെങ്കിലും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയത് വൻ അപകടം ഒഴിവാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.